നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത സംഘം സഞ്ചരിച്ച കാർ തോട്ടിൽ വീണു. ഹൈദരാബാദ് സ്വദേശികളായ സംഘം സഞ്ചരിച്ച കാറാണ് തോട്ടിൽ വീണത്. കുറുപ്പന്തറ കടവ് പാലത്തിന് സമീപത്ത് വെച്ചാണ് അപകടം. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് മൂന്നാറിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന സംഘം അപകടത്തിൽപ്പെട്ടത്. കാർ പൂർണ്ണമായും തോട്ടിൽ മുങ്ങിപ്പോയി. യാത്രക്കാരെ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. ഒരു യുവതി അടക്കം 5 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കി വാഹനം ഓടിച്ചതായിരുന്നുവെന്നും കാർ വെള്ളത്തിലേക്ക് ഇറക്കിയ ശേഷമാണ് അപകടം മനസ്സിലായതെന്നുമാണ് യാത്രക്കാർ പറയുന്നത്. ഇരുട്ടായതിനാൽ മുന്നിൽ വെള്ളമാണെന്നും മനസ്സിലായില്ല. മഴ കനത്ത് പെയ്തതിനാൽ തോട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയായിരുന്നു. മണിക്കൂറുകളോളം തോട്ടിലെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന വാഹനം 11 മണിയോടെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ പുറത്തെടുത്തത്. കടവ് പാലത്തിന് എത്തുന്നതിന് മുമ്പായി 2 പ്രധാനപ്പെട്ട റോഡുകളാണ് ഉള്ളത്. തോടിന്റെ വശത്തുകൂടിയുള്ള റോഡും ആലപ്പുഴയിലേക്കുള്ള റോഡും. ആലപ്പുഴയിലേക്കുള്ള റോഡ് പലപ്പോഴും ഗൂഗിൾ മാപ്പിൽ കാണിക്കാറില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇങ്ങനെ തോട്ടിലേക്ക് ഗൂഗിൾ മാപ്പ് തെറ്റായി കാണിച്ച പാതയാണ് അപകടത്തിലേക്ക് നയിച്ചത്. മഴ ഉണ്ടായിരുന്നതിനാൽ തോട്ടിൽ നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. കൃത്യസമയത്ത് നാട്ടുകാരുടെയും പോലീസിന്റെയും ഇടപെടലിൽ യാത്രക്കാരെ രക്ഷിക്കാൻ കഴിഞ്ഞു. നേരത്തെയും ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച വാഹനം കോട്ടയത്ത് അപകടത്തിൽപ്പെട്ടിരുന്നു. കൊച്ചിയിലായിരുന്നു അപകടം സംഭവിച്ചത്. നിറഞ്ഞൊഴുകുകയായിരുന്ന പുഴയിലേക്കാണ് ഇവർ വീണത്. കാറിലുണ്ടായിരുന്ന 3 പേരെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി. കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർമാരായ അദ്വൈത്, അജ്മൽ എന്നിവരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയും നഴ്സുമടക്കം 3 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. രാത്രി 12:30 എറണാകുളം കോത്തുരുത്ത് കടൽവാതുരത്തിലാണ് അപകടമുണ്ടായത്. കൊച്ചിയിൽ പാർട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു സംഘം. രക്ഷപ്പെട്ട 3 പേരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. വഴി പരിചയമില്ലാതിരുന്നതിനാൽ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് സംഘം സഞ്ചരിച്ചിരുന്നത്. കാറിന് സാമാന്യം വേഗവും ഉണ്ടായിരുന്നു. അപകട വിവരം അറിഞ്ഞ് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും കാർ പുഴയിൽ മുങ്ങിയിരുന്നു. ഈ സമയം ശക്തമായ ഒഴുക്കുമുണ്ടായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ അവഗണിച്ച് ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും 2 പേരെ രക്ഷിക്കാനായില്ല. ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിക്കുന്നതിനിടെ അടുത്തിടെ നിരവധി പേരാണ് അപകടത്തിൽപ്പെടുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് ഗൂഗിൾ മാപ്പ് നോക്കി കാറിൽ സഞ്ചരിച്ച ആന്ധ്ര സ്വദേശികളായ 5 പേർ ദിശ തെറ്റി തോട്ടിൽ വീണിരുന്നു. രാത്രി 8 മണിയോടെയാണ് കുട്ടനാട് പുളിങ്കുന്ന് വലിയ പള്ളിക്ക് സമീപത്ത് അപകടം നടന്നത്. മങ്കൊമ്പ് വികാസ് മാർഗ് റോഡിൽ നിന്ന് പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലേക്ക് പോയതാണ് സംഘം. പള്ളിയിലേക്ക് പോകേണ്ട റോഡിന് മറുകരയുള്ള റോഡിലൂടെയാണ് ഇവർ സഞ്ചരിച്ചത്. ഇടുങ്ങിയ റോഡിലൂടെയുള്ള സഞ്ചരിച്ച സംഘം വളവ് തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ പള്ളിത്തൊട്ടിലേക്ക് വീഴുകയായിരുന്നു. അപകടം കണ്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് 5 പേരെ രക്ഷപ്പെടുത്തിയത്. ഗൂഗിൾ മാപ്പ് നോക്കി നീങ്ങിയ കാർ പടിക്കെട്ട് നിരങ്ങി ഇറങ്ങിയ സംഭവമുണ്ടായതും ഭീമൻ വാഹനം ഇടറോഡിലേക്ക് വന്നു കുടുങ്ങിയതും കോട്ടയത്താണ്. കാലാവസ്ഥയിലെ മാറ്റങ്ങളും ഇടറോഡുകളിലെ വ്യത്യാസങ്ങളും ഒക്കെ ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്താൽ മാത്രം വരുന്നതിനാൽ ഗൂഗിൾ മാപ്പിനെ നമുക്ക് വഴികാട്ടിയായി ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്. ലോകത്തെ ഏത് മുക്കിലും മൂലയിലും എത്തിപ്പെടാൻ മിക്ക ഡ്രൈവർമാരും ഗൂഗിൾ മാപ്പിന്റെ സഹായം തേടുന്നുണ്ട്. മിക്കവരും അറിയാതെയും അറിഞ്ഞും ഗൂഗിൾ മാപ്പിന്റെ ഉപഭോക്താക്കളാണ്. ഉപഗ്രഹ ദൃശ്യങ്ങളിൽ നിന്നും കൃത്യമായ സ്ഥലങ്ങളും വഴികളും കാണിച്ചു തരാനും അങ്ങോട്ടുമുള്ള ഗതി പറഞ്ഞു തരാനുമൊക്കെ നല്ല മിടുക്കാണ് ഗൂഗിൾ മാപ്പിന്. പക്ഷേ പല അബദ്ധങ്ങളും ഗൂഗിൾ മാപ്പിനും വരാറുണ്ട്. ഇതിൽപ്പെട്ട് പലരും നട്ടം തിരിയാറുമുണ്ട്. ചില ഇടറോഡുകളൊക്കെ എളുപ്പമാർഗമെന്ന നിലയിൽ മാപ്പ് നിർദ്ദേശിക്കും. അങ്ങോട്ടേക്ക് പോകുമ്പോൾ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ റോഡിന് തകരാർ കാരണം ഗതാഗതം നിരോധിച്ചിരിക്കുകയായിരിക്കും. ഇതൊന്നും ചിലപ്പോൾ ഈ മാപ്പിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. അപരിചിതരും വിജനവുമായ മേഖലകളാണെങ്കിൽ പ്രധാന റോഡുകളിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ഗൂഗിൾ നോക്കി അല്പം സമയലാഭത്തിനായുള്ള ഇടറോഡ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.